ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ സേലത്ത് കല്യാണത്തിന് പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. തലേ ദിവസത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വന്ന് റൂം എടുത്ത് അത് വരെയാണല്ലോ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേട്ടോ, ഇവിടെയാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത്, റൂമിൻ്റെ ഭാഗത്താണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കുളിച്ച് മാറ്റി ഒന്ന് ഫ്രഷായി പുറത്ത് നമ്മൾ കല്യാണം വീട്ടിൽ പോകാൻ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ 4 റൂമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു റൂമിന് 800 രൂപയാണ് കേട്ടോ റെൻറ്റ്. അപ്പോൾ ഒരു റൂം ഇതുപോലത്തെ റൂം തന്നെയാണ് കേട്ടോ. എല്ലാതും ഓരോ റൂമിലും 4ഉം 5ഉം പേരൊക്കെ ആയിട്ടാണ് കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് മക്കൾസിനായിട്ട് എടുത്തതാണ്. അപ്പോൾ ഓരോരുത്തർ കുളിയും നനക്കലും ഒക്കെയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും റൂമിൽ നിന്ന് ഫ്രഷായി എല്ലാം റെഡി ആയിട്ട് ഞങ്ങൾ കല്യാണ മണ്ഡപത്തേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ റൂമിൽ നിന്ന് കുറച്ച് പോകണം കേട്ടോ, ഒരു 3 കിലോമീറ്ററോളം പോകാനുണ്ട്. അങ്ങനെ റോട്ടിലേക്ക് നടന്ന് വരികയാണ്. ഓട്ടോറിക്ഷയ്ക്ക് കാത്തു നിന്നിട്ട് കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ഓട്ടോറിക്ഷയ്ക്കാണെങ്കിൽ നല്ല റേറ്റാണ് കേട്ടോ. കുറച്ച് ഒരു 50 രൂപേൻ്റെയൊക്കെ ഇത് പോകണമെങ്കിൽ 100ഉം 200ഉം ഒക്കെയാണ് കേട്ടോ വാങ്ങണത് ആൾക്കാർ. നമ്മളാണെങ്കിൽ മലയാളീസുകളല്ലേ, അപ്പോൾ പിന്നെ അവർ എളുപ്പം പറ്റിക്കാൻ പറ്റുമല്ലോ. അവരെ നാടും കൂടി ആകുമ്പോൾ നമുക്ക് തർക്കിക്കാനും ഇതിനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ 2 ഓട്ടോറിക്ഷയിലാണ് കേട്ടോ വന്നത്. അങ്ങനെ കല്യാണം മണ്ഡപത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ആൾക്കാരെല്ലാവരും ഉണ്ട് കേട്ടോ. കേരളത്തിൽ നിന്ന് വന്നവർ ഫുള്ളുണ്ട് കേട്ടോ, തമിഴ്നാട്ടിൽ. അപ്പോൾ അവരൊക്കെ ഒരു ട്രാവലറിൽ വന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. 30 പേരോളം ട്രാവലറിൽ വന്ന കേട്ടോ. പിന്നെ ട്രെയിനിലായിട്ടും ഞങ്ങളും ട്രെയിനിൽ തന്നെയായിരുന്നു. അപ്പോൾ കല്യാണ മണ്ഡപത്തിൽ പെണ്ണിൻ്റെ മഞ്ഞൾ കല്യാണമാണ് കേട്ടോ. ഒന്ന് മഞ്ഞൾ കല്യാണം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും അറിയുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇട്ടതും. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയണമൊന്നുമില്ല. അങ്ങനെ സ്റ്റേജും എല്ലായിടത്തും ഒന്ന് കറങ്ങി കാണുകയാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഇവിടെ ഫുഡിൻ്റെ ഇവിടെ ഞാനൊന്ന് വീഡിയോ എടുക്കാമല്ലോ, അവർ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ഫുഡുകളാവുമല്ലോ. അപ്പോൾ അത് കരുതിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അവരൊക്കെ താഴത്തങ്ങനെ ഇരിക്കുന്നുണ്ട്. ഫുള്ള് ഇതാണ് കേട്ടോ ഹാള്, ഫുഡ് കഴിക്കാനുള്ള ഹാൾ ഇതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് എടുക്കുമ്പോൾ എല്ലാവരും അങ്ങോട്ട് എടുക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം ചെറുക്കൻ വരികയാണ് കേട്ടോ. ഇവിടെ അങ്ങനെയാണ്, തലേ ദിവസം ചെറുക്കനും കൂട്ടനും വരും കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം പോവാറുള്ളൂ കേട്ടോ. പെണ്ണിനെയും കൊണ്ട് പോകും. നിക്കാഹ് കഴിഞ്ഞതാണ് കേട്ടോ. നിക്കാഹ് 2 ദിവസം മുന്നേ കഴിഞ്ഞാണ്. പക്ഷേ പെണ്ണിനെ അങ്ങനെ കാണുമൊന്നുമില്ല കേട്ടോ. പെണ്ണ് വേറെയും ചെറുക്കൻ വേറെയാണ് കേട്ടോ. അപ്പോൾ അവർ വരുമ്പോൾ ഇതൊരു സ്വീകരണമാണ് അത്ര കേട്ടോ. ഇങ്ങനെ ഈ ഒരു ഷോള് ഇങ്ങനെ പിടിക്കണം അത്ര കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഞാനും നമ്മളെ അമ്മായിയുടെ മോളെ മൂത്തച്ചിയും നാത്തൂൻ്റെ മക്കളും ഒക്കെയാണ് കേട്ടോ. അവിടുത്തെയാണ് കേട്ടോ. അപ്പോൾ അവർ ഓരോന്ന് ഇന്നോട് പറയുന്നുണ്ട് കേട്ടോ. തമിഴും ഉറുദും ഒക്കെയാണ് കേട്ടോ പറയുന്നത്. തമിഴ് പറയുന്നത് നമുക്കറിയും, പക്ഷേ ഉറുദു ചെറുതായിട്ടൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ കേട്ടോ ചെറുക്കൻ വരുന്നുണ്ട്. അപ്പോൾ ചെറുക്കൻ വരുന്ന ടൈമിൽ ഇതുപോലെ ഇങ്ങനെ ചെയ്യണം അത്ര കേട്ടോ. അല്ലെങ്കിൽ അവർക്ക് അതൊരു മോശത്തരാണ് അത്ര കേട്ടോ. ഇതൊരു സ്വീകരണമാണ്. എനിക്കാണെങ്കിൽ ചിരി വന്നിട്ട് നിൽക്കാൻ വയ്യ കേട്ടോ. അപ്പോൾ പിന്നെ ആ തേക്കണത് പൗഡറാണ് കേട്ടോ. എല്ലാവരും താടിയുമ്പോൾ ഇങ്ങനെ പൗഡറൊക്കെ തേച്ചിട്ട് സ്വീകരിക്കുകയാണ് കേട്ടോ. അതിൽ എനിക്ക് പെട്ടെന്ന് ചിരി വരും എന്തെങ്കിലും കണ്ടാൽ. ഞാൻ പിന്നെ ചിരി അടക്കി നിൽക്കുകയാണ്. അങ്ങനെ ചെറുക്കനും കൂട്ടുകാരും എല്ലാവരും സ്റ്റേജിലേക്ക് നമ്മൾ ക്ഷണിച്ച് കൊണ്ടുപോവുകയാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ കുറേ ആളുകളുണ്ട് കേട്ടോ. നമ്മളെ നാട്ടിലത്തെ പോലെയൊന്നും അല്ല കേട്ടോ. ഇവരൊക്കെ ഒരു വെറൈറ്റിയാണ്. പിന്നെ അധികം ആൾക്കാരൊന്നും അങ്ങനെ ഷാളൊന്നും ഇടാറില്ല കേട്ടോ. അവിടെ മുസ്ലിംസ് തന്നെ ഉള്ളൂ. പക്ഷേ എല്ലാവരും നല്ല സാരിയും അതൊക്കെ ഇട്ട് നല്ല സ്റ്റൈലിലാണ് കേട്ടോ. പക്ഷേ നമുക്കത് പറയാൻ പറ്റില്ലല്ലോ. ചിലവരൊക്കെ നല്ല ഇതിൽ ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ കയറി വരുമ്പോൾ അവർ കൊടുക്കുന്ന സാധനം വെറ്റിലയും അതുപോലെ ഒരു അടക്കുണ്ടല്ലോ, എന്തോ നിജാം പാക്കോ അങ്ങനെ എന്തോ സംഭവം, അതാണ് കേട്ടോ എല്ലാവർക്കും ഓരോന്ന് കൊടുക്കണത്. പിന്നെ പൗഡർ ഇട്ടിട്ട് താടിയിൽ ഇങ്ങനെ തേച്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ കേട്ടോ. ഞാൻ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല. ആദ്യമായിട്ടൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു കൗതുകമല്ലേ. അപ്പോൾ ഈ കാണുന്നതൊക്കെ ചെറുക്കന് കൊടുക്കാനുള്ള ഗിഫ്റ്റാണ് കേട്ടോ. സ്റ്റേജിമ്മലാണ്. അപ്പോൾ സ്റ്റേജിമ്മ ഞങ്ങൾ എന്നിട്ട് വീഡിയോ എടുക്കുമ്പോൾ അതങ്ങോട്ട് ക്ലിയർ ആയിട്ട് കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ സ്ക്രീനിൽ നിന്ന് അങ്ങോട്ട് എടുത്തിട്ട് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത് മാത്രം കേട്ടോ. അങ്ങനെ സ്റ്റേജിലേക്ക് നമ്മളെ ചെറുക്കൻ കയറി പോരുന്നുണ്ട്. ഈ ഫോൺ ചെയ്ത് നിൽക്കുന്നതാണ് കേട്ടോ അമ്മായിൻ്റെ മരുമകന്, അവരെ മോളാണ് കേട്ടോ പുതിയെന്ന്. അങ്ങനെ ഇതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ കേരളക്കാർ. കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇരിക്കുന്നത് അമ്മോൻ്റെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ സ്റ്റേജിൽ കയറി എന്തൊക്കെയോ പൗഡറൊക്കെ ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ ചെറുക്കന്. പിന്നെ ഇപ്പോൾ ഇത് പെണ്ണിന് ഉള്ള ഗിഫ്റ്റുകളാണ് കേട്ടോ. അധികം ഡ്രസ്സാണ് കേട്ടോ അധികം. പിന്നെ തേങ്ങ, സ്വീറ്റ്സ്, അതുപോലെ കുറേ ഫ്രൂട്ട്സ് ഉണ്ട്.
കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ ചെറുക്കൻ്റെ വീട്ടുകാർ കൊണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പോൾ അവരത് കൊടുന്നിങ്ങനെ നിൽക്കുമ്പോൾ അവിടെ നിന്നും ഒരു സ്വീകരണങ്ങളുണ്ട്. അങ്ങനെ ഇതാ ചെറുക്കൻ്റെ അളിയനാണ് കേട്ടോ അത്. അപ്പോൾ പുതിയണ്ണിൻ്റെ ആങ്ങളെ കുട്ടിയാട്ടോ. അപ്പോൾ മധുരം കൊടുക്കുകയാണ്, സ്വീറ്റ്സ് കൊടുക്കുകയാണ് കേട്ടോ. എന്തായാലും നല്ല രസമുള്ള പരിപാടിയായിരുന്നു. കുറേ ആളുണ്ട് കേട്ടോ സ്റ്റേജിൽ. അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ക്ലിയർ ആയിട്ട് അങ്ങോട്ട് കാണില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്ക്രീനിൽ നിന്ന് എടുത്ത് നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഇവിടെ നിൽക്കണുണ്ടല്ലേ ഒരു പിങ്ക് കളറിലെ സാരി, അതാണ് കേട്ടോ ഞങ്ങളെ അമ്മായിൻ്റെ മോള്. അവളെ മോളാണ് കേട്ടോ പുതിയണ്ണ്. അപ്പോൾ ഓക്ക് 2 മക്കൾസാണ് കേട്ടോ, ഒരാണും ഒരു പെൺകുട്ടി. അപ്പോൾ അങ്ങനെ ഇതാ ചെറുക്കനെ ഇരുത്തി എല്ലാവരും എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ പിന്നെ കഴിച്ച് ചെറുക്കൻ്റെ വയറൊക്കെ നിറച്ച് ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സംഭവം എന്താണെന്നറിയോ, ഇതാണ് കാറിൻ്റെ ചാവി കേട്ടോ. അപ്പോൾ കാറും കൊടുക്കുന്നുണ്ട് കേട്ടോ സ്ത്രീധനായിട്ട്. അപ്പോൾ കാറിൻ്റെ ചാവി ഇങ്ങനെ പെട്ടിയിലാക്കിയിട്ട് ഇതൊരു ചടങ്ങാണ് അത്ര കേട്ടോ. ഇങ്ങനെയാണ് അത്ര കേട്ടോ കൊടുക്കേണ്ടത്. അപ്പോൾ അതിനുള്ള പുറപ്പാടാണ്. ഞങ്ങളൊക്കെ ആകെ അന്തം വിട്ടിരിക്കുക കേട്ടോ. എന്താ ഇപ്പോൾ ഇത്രയും കനത്തിൽ എന്താ ഈ സാധനം എന്ന് വെച്ച് ഇങ്ങനെ ഇരിക്കണം. അപ്പോഴാണ് ഒരു ആൾ ഞങ്ങളോട് പറഞ്ഞത് അത് കാറിൻ്റെ ചാവിയാണ് എന്ന് കേട്ടോ. അങ്ങനെ ഇതാ ചാവി കൈമാറ്റാണ് കേട്ടോ. ഇവിടെ മക്കൾ നമ്മളെ കൂടെ വന്ന മക്കൾക്ക് അതൊന്നും കാണുമൊന്നും വേണ്ട, അവരങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി നടക്കുന്നുണ്ട്. അങ്ങനെ ഇതാട്ടോ പെട്ടി കൈമാറ്റം ചെയ്യാണ്. പണ്ട് നമ്മളെ ഇവിടെ പറയില്ലേ, എനിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര ഒരു ചിരിയും കളിയൊക്കെ ആയിരുന്നു. എന്തായാലും നമ്മൾ പോയതല്ലേ, അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു രസം തന്നെയാണ്. അങ്ങനെ കേട്ടോ കാറിൻ്റെ ചാവി ചെറുക്കൻ്റെ തലയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ സേലത്തെ കല്യാണത്തിൻ്റെ ഓരോരോ ആചാരങ്ങൾ. ഇനിയിപ്പോൾ ഇത് രാത്രിക്കത്തെ പരിപാടിയാണ്, രാവിലത്തെ പരിപാടി വേറെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു. നല്ല നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ പായസം ഉണ്ടായിരുന്നു, അതുപോലെ മട്ടൻ കറി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കുന്നവിടെ. അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തില്ല. പിന്നെ അതുമല്ല എൻ്റെ ഫോണാണെങ്കിൽ ചാർജ് കഴിഞ്ഞ് ഓഫാവുകയും ചെയ്തു. പിന്നെയുള്ള വീഡിയോസൊക്കെ ഞാൻ കാക്കുവിൻ്റെ ഫോണിൽ നിന്നാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചോറ് കഴിക്കാൻ ഇരുന്നപ്പോൾ ഞങ്ങൾ വേറെ ആയിരുന്നു കേട്ടോ ഇരുന്നത്. അതുകൊണ്ട് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും പിരിയൽ തുടർത്തിട്ടോ. പിന്നെ ചെറുക്കൻ്റെ കൂട്ടരും പെണ്ണിൻ്റെ കൂട്ടരും മണ്ഡപത്തിൽ തന്നെയാണ് കേട്ടോ. മണ്ഡപത്തിൽ അവിടെ റൂമൊക്കെ ഉണ്ട് കേട്ടോ അവർക്കുള്ള 6 റൂമുകളുണ്ട്. അപ്പോൾ ഇതിലൊക്കെ തന്നെ കേട്ടോ അവർ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ബസ്സിലാട്ടോ പോകുന്നത്. ഞങ്ങളെ റൂമിലേക്ക് അവിടുന്ന് ബസ് കിട്ടി. അങ്ങനെ ഒരാൾക്ക് 10 രൂപ എങ്ങനെയാണ് അവിടെ. പിന്നെ ഫ്രീ ബസ് ഉണ്ട് കേട്ടോ ലേഡീസിന് പൈസ വേണ്ട കേട്ടോ, അങ്ങനെയുണ്ട്. പക്ഷെ ആ സമയമായപ്പോൾ ആ ബസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതിലെന്തായാലും ഞങ്ങൾ കയറി റൂമിലേക്ക് വരികയാണ്. അപ്പോൾ നാളത്തെ വീഡിയോയിൽ കല്യാണം കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് റൂമിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് ബാക്കി വിശേഷങ്ങളായിട്ട് വരാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.